അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. എന്റെ പ്രിയപ്പെട്ടവരോടാണ്, വളരെ എമർജൻസി ആയിട്ട് ഇനി ദിവസങ്ങൾ പോലും ഈ മനുഷ്യന്റെ മുന്നിൽ കാത്തു നിൽക്കാനില്ല എന്നുള്ളതാണ്. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കുടല് മാറ്റിവെക്കുന്നതിന് വേണ്ടി ചെന്നൈ ആശുപത്രിയിൽ നിങ്ങളുടെ കാരുണ്യം കാത്തു കിടക്കാം. വയറിനകത്തെ കുടലുകളെല്ലാം എടുത്തു മാറ്റിയിട്ട് ഇനി മരണപ്പെട്ട ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുള്ള കുടലെടുത്ത് അബ്ദുൽ ലത്തീഫിന്റെ വയറ്റിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങളെയും കാത്തിട്ടാണ് ആ മനുഷ്യൻ കിടക്കുന്നത്. സഹിക്കാനാവാത്ത കഠിനമായ മരണവേദന ഓരോ നിമിഷത്തിലും സഹിച്ചുകൊണ്ട് നിങ്ങളുടെ കാരുണ്യം കാത്തു കിടക്കുന്ന ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ, ആ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കുടല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സംഖ്യ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ റബ്സൽ ഒളവണ്ണ. വല്ലാത്തൊരു സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്ത വീഡിയോയിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും സങ്കടം നിറഞ്ഞൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ റെല ആശുപത്രിയിലാണ്. പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ താമസിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറായ ലത്തീഫ് എന്ന് പറയുന്ന 48 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരന്റെ ചെറുകുടലും വളരെ അടിയന്തരമായിട്ട് മാറ്റിവെച്ചാലേ ആ സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. 50 ലക്ഷം രൂപ വേണം ഈ സഹോദരന്റെ ചെറുകടല് മാറ്റിവെക്കണമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഓട്ടോറിക്ഷ തൊഴിൽ ചെയ്തിട്ട് തന്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കിയൊരു സഹോദരനാണ്. എന്റെ പേര് ഷാനിഫ എന്നാണ്. ഈ കിടക്കുന്നത് എന്റെ ഭർത്താവാണ്. ഉടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരുടെയും സഹായം മുന്നിൽ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി ഞങ്ങൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് പടച്ചവനെ അറിയാവുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഏലൂർ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ശംസുദ്ദീൻ മദനി അവറുകളാണ്. നമ്മളെ ജമാഅത്ത് അംഗം ലത്തീഫ് നിർധനനും നിസ്സഹായനും മഹാരോഗത്തിൽ അടിമപ്പെട്ടുപോയ ആളുമാണ്. എല്ലാവരുടെയും സഹായത്തിന്റെ കരസ്പർശത്തിൽ കൂടി മാത്രമേ അദ്ദേഹത്തിന്റെ കുടൽമാറ്റ ശസ്ത്രക്രിയ 60 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പദ്ധതി വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും ആത്മാർത്ഥമായിരിക്കുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അതീതമായി ഉണ്ടാകണമെന്ന് വിനീതമായി